ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. ജർമ്മനി 2 ഐവറി കോസ്റ്റ് 1. ജർമ്മനി കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചൊരു കളി തിരിച്ചു പിടിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിന്റ് നേടി ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് ക്വാളിഫൈ ആയിരിക്കുകയാണ്. കുറസാവയ്ക്കെതിരെ കളിച്ച അതേ സെയിം ലൈനപ്പും കൊണ്ടാണ് ജർമ്മനി ഈ മാച്ചിലേക്ക് വരുന്നതെങ്കിൽ ഐവറി കോസ്റ്റ് തൊട്ട് മുമ്പത്തെ മാച്ചിൽ നിരവധി ചേഞ്ചസ് ആണ് ഈ മാച്ചിലേക്ക് അപ്രോച്ച് ചെയ്തത്. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഐവറി കോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്താണ് നമ്മൾ കണ്ടത്. കോമ്പാക്റ്റ് ആയിട്ട് ലോ ബ്ലോക്കിൽ നിന്നുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് ഐവറി കോസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഡിയോമാർഡെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടച്ച് ലൈൻ ഹഗ് ചെയ്ത് നിൽക്കും. അപ്പം രീതിയിൽ കോമ്പാക്റ്റ് ആയി ഡിഫെൻഡ് ചെയ്തിട്ട് ഒറ്റ ലോങ് ബോൾ കൊണ്ട് ഡിയോമാർഡിലേക്ക് ബോൾ എത്തിച്ചിട്ട് ഈ ജർമ്മൻ ഡിഫൻസിന് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണ് ഐവറി കോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഐവറി കോസ്റ്റിൻ്റെ ഫസ്റ്റ് ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഗോൾ വരുന്നതും ഇതേ സെയിം ടാക്ടിക്സിലൂടെയാണ്. ഡിയോമാർഡ് നൽകിയ ഒരു പാസ് അമദ് ഡിയാലോ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഡിഫൻഡർ ക്ലിയർ ചെയ്യാണ്. പിന്നെ ഡിഫ്ലക്ഷൻ വന്ന ബോളാണ് ഫ്രാങ്കസി ഗോൾ അടിച്ചുകൊണ്ട് ഐവറി കോസ്റ്റ് ലീഡ് നേടിക്കൊടുക്കുന്നത്. ഐവറി കോസ്റ്റ് ഗോൾ അടിച്ചിട്ടും ഇതേ സെയിം ടാക്ടിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ. ഇത് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിലുള്ള അപാകതകൾ മൂലമാണ് അവർക്ക് വീണ്ടും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത്. ജർമ്മനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചേഞ്ച് വരുന്നത് 60ാം മിനിറ്റിലാണ്. ഡെന്നിസ് ഉണ്ടാവും, അതേപോലെ തന്നെ അമീരിയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കളത്തിലേക്ക് വരികയാണ്. സബ്ബായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് മിനിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 68ാം മിനിറ്റിൽ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ, അതായത് അമീരിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഡെന്നിസ് ഉണ്ടാവും ഇക്വലൈസർ ഗോൾ അടിക്കുകയാണ്. അങ്ങനെ ജർമ്മനിക്ക് ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. സെക്കൻഡ് ഹാഫിന് ഇഞ്ചുറി ടൈമിലാണ് ഡെന്നിസ് ഉണ്ടാവും ജർമ്മനിക്ക് വേണ്ടിയിട്ട് വിന്നിംഗ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ഐവറി കോസ്റ്റ് പ്ലെയർ ഡിഫൻസീവ് ഷേപ്പ് അല്ലെങ്കിൽ ഡിഫൻസീവ് ലൈൻ കീപ്പ് ചെയ്യാത്തതാണ് ആ ഗോളിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത്. മെച്ച നൽകിയൊരു പാസ് നിന്നാണ് ഡെന്നിസ് ഉണ്ടാവും ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഐവറി കോസ്റ്റ് സൈഡിൽ നിന്ന് ഡിയോമാൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ DM ആയിട്ടുള്ള സംഗാര നല്ല പെർഫോമൻസ് ആയിരുന്നു. അമദ് ഡിയാലോ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്. അതേപോലെ അവരുടെ ഗോൾ കീപ്പർ 2 ഗോൾ വഴങ്ങിക്ക് പോലും ഗോൾ കീപ്പർ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സേവുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജർമ്മൻ സൈഡിൽ പറയുകയാണെങ്കിൽ അവരുടെ 2 ഫുൾ ബാക്ക് ഉണ്ട്. കിമ്മിച്ച് ആയി കഴിഞ്ഞാലും തന്നെ ബ്രൗൺ ആയി കഴിഞ്ഞാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഡിഫൻസ് ഷോർട്ടർ ബാക്കും താഴെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ പ്ലെയർ എന്ന് പറയുന്നത് അത് ഓഫ്കോഴ്സ് മെച്ചയാണ്. മെച്ച നല്ല കിടിലനായിട്ടാണ് ഇന്നലെ കളിക്കുന്നത്. പിന്നെ അതേപോലെ പാവ്ലോവിച്ചിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഗോളിൻ്റെ സെൽഫ് ഗോളാണ്. അത് പാവ്ലോവിച്ച് ഗോളിനെ ഫോളോ ചെയ്തിട്ടാണ് ആ ഗോൾ ഡിസലവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെ ഓഫ്കോഴ്സ് അത് ഉണ്ടാവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടത്. ഈ വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ 0 സ്റ്റാർട്ടാണ്. പക്ഷേ 3 വേൾഡ് കപ്പ് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നോട് ഇന്നലത്തെ മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം മെച്ചെന്നായിരിക്കും. അപ്പോൾ ഇന്നലെ നടന്ന വേറൊരു മാച്ച് എന്ന് പറയുന്നത് നെതർലാൻഡ്സ് versus സ്വീഡനാണ്. 5-1 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് നെതർലാൻഡ്സ് ഇന്നലെ കളി ജയിക്കുന്നത്. ഫസ്റ്റ് കളിയിൽ ടുണീഷ്യയോട് 5-1 ജയിച്ചിട്ടാണ് സ്വീഡൻ ഈ മാച്ചിലേക്ക് വരുന്നതെങ്കിൽ ഫസ്റ്റ് കളി ഡ്രോ ആയിട്ടാണ് നെതർലാൻഡ്സ് ഈ കളിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളി ജയിക്കുന്നത് നെതർലാൻഡ്സിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ടുണീഷ്യക്കെതിരെ കളിച്ച അതേ ഫസ്റ്റ് ലെവലും കൊണ്ടിട്ടാണ് സ്വീഡൻ ഈ മാച്ചിലേക്ക് വന്നതെങ്കിൽ ഫസ്റ്റ് ലെവലിൽ സമ്മർവില്ലിക്ക് പകരം ബ്രോബിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നെതർലാൻഡ്സ് ഈ മാച്ചിലേക്ക് അപ്രോച്ച് ചെയ്തത്. ടുണീഷ്യൻ 5 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് സ്വീഡൻ തകർത്തിട്ട് ഈ കളിയിലേക്ക് വരുന്നതെങ്കിൽ അതേ സ്കോർ ലൈനാണ് നെതർലാൻഡ്സ് അവരെയും തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ സ്വീഡന് വേണ്ടി പെർഫോം ചെയ്ത കുറച്ച് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഇസാക്കാണ്. ഇസാക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അയാരി എന്ന് പറഞ്ഞാൽ അവിടെ മിഡ്ഫീൽഡർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന എലാങ്കയാണ് കുറച്ച് മെച്ചപ്പെട്ട കളി കാഴ്ചവെക്കുന്നത്. സ്വീഡൻ പ്ലേയേഴ്സ് ഇന്നലെ നെതർലാൻഡ്സ് ബോക്സിലേക്ക് നിരവധി ഷോട്ടുകൾ അടിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു വിലങ്ങുതടിയായിട്ട് മാറുന്നത് വെർബ്രൂഗനാണ്. വെർബ്രൂഗൻ എന്നൊരു കിടിലൻ മാച്ചായിരുന്നു ഉണ്ടായത്. നിരവധി സേവുകൾ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സേവുകളും പുള്ളിക്കാരൻ ചെയ്ത് കാണിക്കുകയാണ്. ഇന്നലെ വെർബ്രൂഗൻ വാസ് സിംപ്ലി അൺസ്റ്റോപ്പബിൾ. നെതർലാൻഡ്സ് സൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെതർലാൻഡ് ടീമിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡിഫൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ റൈറ്റ് ബാക്കിലെ ഡംഫ്രൈസ് ആണ് 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിഡ്ഫീൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം മിഡ്ഫീൽഡാണ് റെയിൻഡേഴ്സും ഗ്രാവൻബെർഗും അതേപോലെ ഡിയോങ്ങും. ഇതിൽ ഡിയോങ്ങും റെയിൻഡേഴ്സും ബോൾ ക്യാരി ചെയ്ത് മുമ്പോട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഗ്രാവൻബെർഗ് ഒരു ഡിഫൻസീവ് കവറും അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ ഡൊമിനൻസും മിഡ്ഫീൽഡ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഫോർവേഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രോബിയാണ് നെതർലാൻഡ്സിന് വേണ്ടി 2 ഗോൾ സ്കോർ ചെയ്യുന്നത്. അതേപോലെ ഗാക്പോ 2 ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ സമ്മർവില്ലെ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടുന്നുണ്ട്. അതേപോലെ ഡീപേ ഒരു അസിസ്റ്റും നേടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ബ്രോബി 2 ഗോൾ നേടിയെങ്കിലും അതേപോലെ ഗാക്പോ 2 ഗോളും ഒരു അസിസ്റ്റും നേടിയെങ്കിലും എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഇന്നലത്തെ കളിയിൽ വെർബ്രൂഗനാണ്. അപ്പോൾ ഇന്നലെ ജപ്പാൻ ടുണീഷ്യയോട് 4-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ ജയിക്കുന്നുണ്ട്. അതോടുകൂടി ഗ്രൂപ്പ് കുറച്ച് ടൈറ്റ് ആയിരിക്കുകയാണ്. ജപ്പാനും നെതർലാൻഡ്സിനും 4 പോയിന്റ് ചെയ്തുണ്ട്. അതേപോലെ തന്നെ സ്വീഡന് 3 പോയിന്റും ഉണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടുകളിൽ ആരായിരിക്കും ജയിക്കുക, ആരായിരിക്കും മുമ്പോട്ട് പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ഈ 2 മാച്ചും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമൻറ്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം പീസ് ഔട്ട്.